ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ലോകമാകെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വളർച്ച കണ്ട് പല ലോക രാജ്യങ്ങളും ഇപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്നല്ല, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പല ലോക രാജ്യങ്ങളെയും ഇന്ത്യൻ വ്യോമസേനയുടെ വളർച്ച ആശങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ചൈനീസ് വിശകലന വിദഗ്ധർ ഇന്ത്യൻ വ്യോമസേനയുടെ വളർച്ചയിൽ ആശങ്കക്കുള്ളിലായിരിക്കുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയും ചൈനയുമായും പാകിസ്ഥാനുമായി 5 കരയുദ്ധങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ പാകിസ്ഥാനുമായും ചൈനയുമായും തർക്കമുള്ള അതിർത്തികൾ ഉള്ളതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങളിലൊന്നാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 11,098 കിലോമീറ്റർ നീളമുണ്ട് ഇന്ത്യയുടെ തീരപ്രദേശത്തിന്. എന്നാൽ ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഈ തീരപ്രദേശം സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്ത്യൻ നാവികസേനയുടെ പങ്ക്. ചെങ്കടൽ മുതൽ മലാക്ക കടലിടുക്ക് വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ സ്വയം ഒരു നൈറ്റ് സെക്യൂരിറ്റി ദാതാവായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ അടുത്തിടെ ഇന്ത്യൻ നാവികസേന IORനൊപ്പം മെഡിറ്ററേനിയൻ, ഇൻഡോ പസഫിക്, ആർട്ടിക് സമുദ്രം വരെ തങ്ങളുടെ വ്യാപ്തി വികസിപ്പിച്ചിരിക്കുകയാണ്. ഈ വിദൂര ജലാശയങ്ങളിലേക്ക് സംയുക്ത നാവിക അഭ്യാസങ്ങൾ, സ്വതന്ത്ര പാസേജ് വ്യായാമങ്ങൾ, പര്യവേക്ഷണ ദൗത്യങ്ങൾ എന്നിവ നടത്തുന്നുണ്ട്. ഈ പ്രക്രിയയിൽ ഇന്ത്യൻ നാവികസേന പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉത്കണ്ഠ, അസ്വസ്ഥത, അരക്ഷിതാവസ്ഥ എന്നിവയ്ക്ക് കാരണമായിരിക്കുകയാണ്. അതിനാൽ ഇന്ത്യൻ നാവികസേനയുടെ വ്യാപ്തി വർദ്ധിക്കുന്നത് അംഗീകരിക്കാൻ ഇവർക്കിപ്പോൾ പ്രയാസമായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ചൈനീസ് വിശകലന വിദഗ്ധർ പറയുന്നത് ഇന്ത്യ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ എന്നിവയ്ക്കിടയിൽ വളരുന്ന പ്രതിരോധ സഹകരണത്തെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ ഒതുക്കാനുള്ള ഒരു തന്ത്രപരമായ ശ്രമമായിട്ടാണ്. ചൈനയുടെ പിൻമുറ്റത്താണ് ഇപ്പോൾ ഇന്ത്യൻ നാവിക കപ്പലായ സഹ്യാദ്രി ഉള്ളത്. ഈ സഹ്യാദ്രിയുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് ചൈനീസ് വിശകലന വിദഗ്ധർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 13 ദക്ഷിണ കൊറിയയിലെ ബുസാൻ നാവിക തുറമുഖത്തെ സഹ്യാദ്രി നങ്കൂരമിട്ടത്. ദക്ഷിണ ചൈന കടലിലേക്കും ഇൻഡോ പസഫിക്കിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന വിന്യാസത്തിന്റെ ഭാഗമായി റിപ്പബ്ലിക് ഓഫ് കൊറിയൻ നാവികസേനയുടെ ആദ്യ ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ സഹ്യാദ്രി 2025 ഒക്ടോബർ 13 ദക്ഷിണ കൊറിയയിലെ ബുസാൻ നാവിക തുറമുഖത്തെ ഒരു തുറമുഖ സന്ദർശനം നടത്തി. അതായത് ഭൗമ രാഷ്ട്രീയ സമുദ്രാതിർത്തിയിൽ ഇൻഡോ പസഫിക്കിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരസ്പര താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ഇപ്പോൾ കൂടുതലായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിലേക്കും ഇൻഡോ പസഫിക്കിലേക്കും INS സഹ്യാദ്രിയുടെ തുടർച്ചയായ പ്രവർത്തന വിന്യാസം ഉത്തരവാദിത്തമുള്ള സമുദ്ര പങ്കാളിയും മുൻഗണന നൽകുന്ന സുരക്ഷാ പങ്കാളിയും എന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലവാരം ഇപ്പോൾ അടിവരയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ചൈനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ രൂപകൽപ്പന ചെയ്ത 2012 കമ്മീഷൻ ചെയ്ത ശിവാലി ക്ലാസ് ഗൈഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് സഹ്യാദ്രി. ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇവരുടെ പദ്ധതികളിൽ ഇൻഡോ പസഫിക് മേഖലയ്ക്കും ദക്ഷിണ ചൈന കടലിനും വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം എടുത്തു കാണിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ മാസം ആദ്യം ഒക്ടോബർ 9 ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്റെ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർഷലുമായി ഓസ്ട്രേലിയ, ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ സംഭാഷണത്തിന്റെ ഉദ്ഘാടനത്തിനായി കാൻബറയിലും സന്ദർശിച്ചിരുന്നു. കാൻബറ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം സ്വതന്ത്രവും തുറന്നതും സമാധാനപരവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇൻഡോ പസഫിക് നിലനിർത്താൻ സഹായിക്കുന്നതിന് പ്രാദേശിക പങ്കാളികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയ്ക്കിടെ ഇരുപക്ഷവും സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ ബന്ധത്തിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ പ്രതിരോധ ബന്ധത്തിൽ കൂടുതൽ അടുക്കുന്നത് ചൈനീസ് വിശകലന വിദഗ്ധരെ ഇപ്പോൾ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ അന്തർവാഹിനി രക്ഷാപ്രവർത്തനം, ലോജിസ്റ്റിക് പിന്തുണ കരാറുകൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനങ്ങൾ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ശക്തിപ്പെടുത്തുകയാണ്. ആഗോള സമുദ്ര ശക്തിയായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നാവിക ശക്തി പ്രദർശിപ്പിക്കാനും സ്വാധീനം നിലനിർത്താനുമുള്ള ചൈനയുടെ കഴിവിനെയാണ് ഇന്ത്യ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇന്ത്യ ദക്ഷിണ കൊറിയ സംയുക്ത നാവിക അഭ്യാസം എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ ആദ്യത്തേതാണ്. ഇൻഡോ പസഫിക് സമുദ്രത്തിൽ ഇന്ത്യൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് വിന്യസിക്കുന്നത് മത്സരാധിഷ്ഠിത ജലാശയങ്ങളിൽ ഇന്ത്യയുടെ സജീവ സാന്നിധ്യത്തെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ അഭ്യാസം ഇന്ത്യയുടെ മുൻഗണനയുള്ള സുരക്ഷാ പങ്കാളി എന്ന സ്ഥാനം ശക്തിപ്പെടുത്തുകയും ജപ്പാനെയും വിയറ്റ്നാമിനെയും ഉൾക്കൊള്ളുന്ന കിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യയുടെ വളരുന്ന നാവിക പങ്കാളിത്ത ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ചൈനയുടെ സമുദ്ര ദൃഢതയെ സന്തുലിതമാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. ചൈനയെ സന്തുലിതമാക്കുന്നതിനായി ഇന്ത്യ പ്രതിരോധ അടിസ്ഥാനത്തിലുള്ള മിനി ലാറ്ററൽ ഗ്രൂപ്പുകളിൽ ഏർപ്പെടുന്നുമുണ്ട്. അതേസമയം നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും സംയുക്ത അഭ്യാസങ്ങൾ, ലോജിസ്റ്റിക് കരാറുകൾ, സാങ്കേതിക പങ്കാളിത്തങ്ങൾ എന്നിവയിലൂടെ പ്രതിരോധ കാൽപ്പാടുകൾ ഇന്ത്യ വികസിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അടുത്ത സഹകരണം പ്രാദേശിക സമാധാനം തകർക്കും എന്നാണ് ചൈനയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 16 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണം
മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയ്ക്കിടയിൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു പുതിയ വേരിയബിൾ മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസം ഗ്രീസുമായും സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഒരു ഇന്ത്യൻ യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ചപ്പോൾ തുർക്കി മാധ്യമങ്ങൾ പ്രകടിപ്പിച്ച സമാനമായ വികാരങ്ങളാണ് ഇപ്പോൾ ചൈനീസ് വിശകലന വിദഗ്ധരും പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയും ഫിലിപ്പീൻസ് നാവികസേനയും തമ്മിൽ ചേർന്ന് നടത്തിയ ഉഭയകക്ഷി അഭ്യാസങ്ങളിലും രൂക്ഷ വിമർശനവുമായി ചൈന രംഗത്തെത്തിയിരുന്നു. ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകൾ ഫിലിപ്പീൻ നാവികസേനയുമായി ചേർന്ന് തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ സമുദ്ര സുരക്ഷയിലും പരസ്പര പ്രവർത്തനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉഭയകക്ഷി അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. നാവിക അഭ്യാസത്തിനിടെ ഇന്ത്യൻ ഫിലിപ്പീൻ കപ്പലുകളുടെ നിഴലിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള ചൈനീസ് നാവികസേനയുടെ കപ്പലുകൾ ഇടപെട്ടത് PLA നാവികസേനയുടെ ഉത്കണ്ഠയ്ക്ക് അടിവരയിടുകയാണ്. അതേപോലെ ഈ വർഷം ഓഗസ്റ്റിൽ സൗദ ബേയിൽ ഗ്രീക്ക് നാവികസേനയുടെ മിസൈൽ ക്രൂയിസർ റിഡ്സോസിനൊപ്പം INS തമാൽ പാസേജ് എക്സസൈസുകൾ നടത്തി. സെപ്റ്റംബറിൽ ലിമോസ്കോൾ തുറമുഖത്തെ സൈപ്രൈസ് കപ്പലുകൾക്കൊപ്പം INS ട്രൈക്ക് ആൻഡ് പാസെക്സ് അഭ്യാസങ്ങൾ നടത്തി. ഇതിൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രാത്രി ബോർഡിംഗ്, തോക്കുപയോഗിക്കൽ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഈ നാവിക അഭ്യാസങ്ങളിൽ ഇന്ത്യൻ നാവികസേന പങ്കെടുത്തതിനെ തുർക്കി മാധ്യമങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. തുർക്കിയോടും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിനുള്ള പ്രതീകാത്മകമായ പ്രതികരണമാണ് ഗ്രീസുമായുള്ള ഇന്ത്യയുടെ സൈനിക അഭ്യാസമെന്നാണ് ഇവർ വാദിച്ചത്. മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഉണ്ടായിരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ഉത്തരവുകൾ ലഭിച്ചാലുടൻ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യൻ നാവികസേന സജ്ജരായിരുന്നു. പാകിസ്ഥാനുമായുള്ള അടുത്ത ഏറ്റുമുട്ടലിൽ ശക്തമായ നാവികസേനയെ കൊണ്ടുവരാൻ ഇന്ത്യ മടിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിലായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലിൽ ഇന്ത്യൻ നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗ്രീസ്, സൈപ്രസ്, ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ വൈവിധ്യമാർന്ന രാജ്യങ്ങളുമായി നടത്തുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഈ സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ വളർന്നു വരുന്ന വ്യാപ്തിയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ തീരപ്രദേശം സംരക്ഷിക്കുന്നതിലോ IORൽ നൈറ്റ് സുരക്ഷാ ദാതാവായി പ്രവർത്തിക്കുന്നതിലോ ഇനി ഇന്ത്യൻ നാവികസേന തൃപ്തരല്ല. അതിലും അപ്പുറമാണ് ഇന്ത്യൻ നാവികസേനയുടെ വളർച്ച. ഇന്ത്യൻ നാവികസേന ഒരു നീലജല നാവികസേന ആകാൻ ആഗ്രഹിക്കുന്നു എന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഏറ്റവും കൂടുതൽ തൂവലുകൾ സൃഷ്ടിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും ഇന്ത്യൻ നാവികസേന കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനീസ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ നാവികസേന പ്രാദേശിക സമാധാനം തകർക്കുന്നു. തുർക്കിക്ക് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ ഈ വളർച്ച ഇപ്പോൾ ചൈനീസ് വിദഗ്ധരിലും ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. നിശബ്ദമായ നിഴലുകളിൽ ഇന്ത്യൻ നാവികസേന മെഡിറ്ററേനിയൻ മുതൽ ഇൻഡോ പസഫിക് വരെ തങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഈ പ്രക്രിയ പാകിസ്ഥാനെ മാത്രമല്ല തുർക്കി മുതൽ ചൈന വരെയുള്ള നിരവധി രാജ്യങ്ങളെയാണ് ഇപ്പോൾ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തിനിടെ നാവികസേന അഭൂതപൂർവമായ തോതിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നും $5.6 ബില്യൺ വ്യാപാര മൂല്യമുള്ള ടൺ കണക്കിന് ചരക്കുകൾക്ക് സുരക്ഷിതമായ ഗതാഗതം ഇന്ത്യൻ നാവികസേന ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആഗോള സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഇപ്പോൾ വിശ്വസനീയവും കഴിവുള്ളതുമായ ഒരു പങ്കാളിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ നാവികസേന ഏകദേശം 335 വ്യാപാര കപ്പലുകൾക്കാണ് സുരക്ഷിതമായ ഗതാഗതം ഒരുക്കിയിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇപ്പോൾ ചൈനയുടെ ചങ്കിടിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.